ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പൺ എയുടെ കോഡക്സിനെ പറ്റിയാണ്. വാട്ട് ഈസ് കോഡക്സ്, ഹൗ ടു ഇൻസ്റ്റാൾ ഇറ്റ്, ബേസിക് ഫങ്ഷനാലിറ്റീസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് കോഡക്സ്? ഓപ്പൺ AI വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ഒരു AI പ്രോഗ്രാമിംഗ് ഏജൻ്റാണ് കോഡക്സ്. കോഡിംഗ് മനസ്സിലാക്കാനും എഴുതാനും അതുപയോഗിച്ച് പ്രവർത്തിക്കാനും പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള AI സിസ്റ്റമാണ് ഓപ്പൺ AI കോഡക്സ്. ഒരു സാധാരണ AI മോഡലിന് പലതരത്തിലുള്ള ടാസ്കുകൾ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, കോൺവെർസേഷൻസ്, മനുഷ്യരെ പോലെ സംസാരിക്കുവാനും ആശയവിനിമയം നടത്തുവാനും സാധിക്കും. റൈറ്റിംഗ്സ്, ലേഖനങ്ങളോ കഥകളോ തയ്യാറാക്കാൻ സാധിക്കും. Q&A, വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംശയങ്ങൾക്ക് മറുപടി നൽകാൻ സാധിക്കും. കാര്യങ്ങൾ വിശകലനം ചെയ്ത് നിഗമനങ്ങളിൽ എത്തുവാൻ സാധിക്കും. ജനറൽ പ്രോബ്ലം സോൾവിംഗ്, ദൈനംദിന ജീവിതത്തിലെ പലവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ഫങ്ഷനാലിറ്റീസ് ചെയ്യുവാൻ ഒരു നോർമൽ AI മോഡലിന് സാധിക്കും. എന്നാൽ കോഡക്സ് ഒരു സാധാരണ ചാറ്റ് ബോട്ട് മാത്രമല്ല. യഥാർത്ഥ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റുകൾ നിർമ്മിക്കുവാനും അവയിലെ പിഴവുകൾ പരിഹരിക്കുവാനും അവ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുവാനും സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഏജന്റ് കൂടിയാണ് കോഡക്സ്. സോ കോഡക്സിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷനാലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. റൈറ്റിംഗ് കോഡ്, പുതിയ പ്രോഗ്രാമുകളും ഫംഗ്ഷനുകളും തയ്യാറാക്കുവാൻ സാധിക്കും. ഡീബഗിംഗ്, കോഡിലെ തെറ്റുകൾ കണ്ടെത്തി അവ ഫിക്സ് ചെയ്യുവാൻ സഹായിക്കും. റണ്ണിംഗ് ടെസ്റ്റ്, എഴുതിയ കോഡ് കൃത്യമാണോ എന്ന് പരിശോധിക്കുവാൻ ടെസ്റ്റ് റണ്ണിങ്ങിലൂടെ സാധിക്കുന്നു. മോഡിഫൈയിങ് കോഡ് ബേസസ്, നിലവിലുള്ള പ്രൊജക്റ്റുകളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ഫങ്ഷനാലിറ്റീസ് കോഡക്സിലൂടെ സാധിക്കും. 2021 ഒരു കോഡ് ജനറേറ്ററായി തുടങ്ങിയ കോഡക്സ് 2025-26 കാലഘട്ടമായപ്പോഴേക്കും ഒരു പൂർണ്ണമായ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഏജന്റായി മാറിക്കഴിഞ്ഞു. നിലവിലുള്ള കോഡ് ബേസുകൾ വായിക്കുവാനും മനസ്സിലാക്കുവാനും മാറ്റം വരുത്തുവാനും ഇതിന് കഴിയും. സോ ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തേതാണ് റൈറ്റിംഗ് ഫീച്ചേഴ്സ്. ഫീച്ചറുകൾ എഴുതുവാൻ സഹായിക്കുന്നു. ആവശ്യമായ പുതിയ ഫീച്ചർ സ്വയം തയ്യാറാക്കാൻ ഇവയ്ക്ക് കഴിയും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആൾറെഡി ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. ഇവിടെ ഒരു പുതിയ ഫീച്ചർ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, യൂസറിൻ്റെ Gmail അക്കൗണ്ട് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുന്നതിനുള്ള ഫീച്ചർ സിംഗിൾ സൈൻ ഓൺ. ഇതിനു വേണ്ടി സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇതിനു വേണ്ടിയുള്ള കോഡ് എഴുതുന്നു, അതിനാവശ്യമുള്ള യൂസർ ഇൻ്റർഫേസ് ബിൽഡ് ചെയ്യുന്നു, ദെൻ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. എന്നാൽ കോഡക്സ് യൂസ് ചെയ്ത് ഒരു പ്രോംപ്റ്റിലൂടെ വിത്തിൻ മിനിറ്റ്സ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ സാധിക്കും. ബഗുകൾ പരിഹരിക്കുവാൻ, ഫിക്സിംഗ് ബഗ്സ്, കോഡിലെ പിഴവുകൾ കണ്ടെത്തുവാനും അവ തിരുത്തി സോഫ്റ്റ്വെയർ കുറ്റമറ്റതാക്കുവാനും കോഡക്സ് സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റിൽ ബഗ് ഉണ്ടെങ്കിൽ അത് ഡീറ്റെയിലായി പ്രോംപ്റ്റിലൂടെ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ അത് ഫിക്സ് ചെയ്യുവാൻ കോഡക്സിന് സാധിക്കും. ആൻസർ ക്വസ്റ്റ്യൻസ് അബൌട്ട് കോഡ്, സങ്കീർണമായ ഒരു കോഡ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചോ അതിൻ്റെ ഘടനയെക്കുറിച്ചോ ഉള്ള സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഇവയ്ക്ക് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പുതിയ പ്രൊജക്റ്റിലേക്ക് അസൈൻ ചെയ്യുന്നു എന്ന് കരുതുക. ഈ ഒരു പ്രൊജക്റ്റിലെ കോഡിനെ പറ്റിയും അതിൻ്റെ വർക്ക് ഫ്ലോയെക്കുറിച്ചും അറിയുവാൻ കോഡക്സ് യൂസ് ചെയ്ത് സാധിക്കും. ജനറേറ്റ് പുൾ റിക്വസ്റ്റ്, മാറ്റം വരുത്തിയ കോഡുകൾ പ്രധാന പ്രൊജക്റ്റിലേക്ക് ചേർക്കുന്നതിനുള്ള പുൾ റിക്വസ്റ്റ് സ്വയം നിർമ്മിക്കുവാൻ ഇവയ്ക്ക് ശേഷിയുണ്ട്. നിങ്ങൾ ആൾറെഡി ജിറ്റ് പോലുള്ള വേർഷൻ കൺട്രോൾ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു ബഗ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ ജിറ്റ് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു, ആ ഒരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നു, അതിനുശേഷം ആ ഒരു ബ്രാഞ്ചിനെ മെയിൻ ബ്രാഞ്ചിലേക്ക് പുൾ റിക്വസ്റ്റ് ഇടുന്നു. ഈ ഒരു പ്രോസസ്സ് മീൻസ് പുൾ റിക്വസ്റ്റ് ഇടുന്ന പ്രോസസ്സ് ഓട്ടോമാറ്റിക്കലി ചെയ്യുവാൻ കോഡക്സിന് സാധിക്കും. മൾട്ടി ഏജൻറ്റ് സ്കെയിലിംഗ്, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മൾട്ടി ഏജൻറ്റ് സ്കെയിലിംഗ് അഥവാ പാരലിസം. ഒന്നിലധികം ഏജൻറ്റുകൾ ഒരേ സമയം പ്രവർത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത്. ഓരോ ഏജൻറ്റും വ്യത്യസ്തമായ ഫീച്ചറുകളിലോ ബഗുകളിലോ സ്വതന്ത്രമായി വർക്ക് ചെയ്യുവാൻ സാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊജക്റ്റിൽ 5 ബഗ് ഫിക്സിംഗ് ടിക്കറ്റ്സ് ഉണ്ട്. അതുപോലെ ഒരു ന്യൂ ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ടിക്കറ്റും ഉണ്ടെന്ന് കരുതുക. ഇതിനുവേണ്ടി കോഡക്സിലെ സെപ്പറേറ്റ് ഏജൻസിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. മീൻസ് ഒരു ഏജൻറ്റ് ഒരു ബഗ് ഫിക്സ് ചെയ്യുന്നു, മറ്റൊരു ഏജൻറ്റ് വേറൊരു ബഗ് ഫിക്സ് ചെയ്യുന്നു, ഇനി വേറൊരു ഏജൻറ്റ് ന്യൂ ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇതെല്ലാം ഒരേ സമയം ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കുന്നു. കംപ്ലീറ്റ് ആയ ടാസ്കുകൾക്ക് പുതിയ പുൾ റിക്വസ്റ്റ് ഇടുന്നതിനും ഇവയ്ക്ക് സാധിക്കും. സാൻഡ് ബോക്സ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് ഫയൽ സിസ്റ്റമാണ്. റെപ്പോസിറ്ററിയുടെ ഒരു പകർപ്പ് മാത്രമുള്ള വേർതിരിക്കപ്പെട്ട ഒരു ഫയൽ സിസ്റ്റം. മീൻസ് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു, ദെൻ അതിൽ വർക്ക് ചെയ്യുന്നു. ഓരോ ഏജൻറ്റും ഓരോ സാൻഡ് ബോക്സിൽ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ റെപ്പോസിറ്ററിയുടെ ഒരു ക്ലോൺ അല്ലെങ്കിൽ കോപ്പി എടുത്തിട്ട് അതിലായിരിക്കും ഇവ വർക്ക് ചെയ്യുന്നത്. ഏജൻറ്റിന് എപ്പോഴും ഈ ഒരു സാൻഡ് ബോക്സിൻ്റെ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഫയലുകൾ
റീഡ് ചെയ്യുന്നതിനും റൈറ്റ് ചെയ്യുന്നതിനും എക്സിക്യൂട്ട് ചെയ്യുന്നതിനും സാധിക്കുകയുള്ളൂ. സാൻഡ് ബോക്സിന് പുറത്തുള്ള ഫയൽസിനെ അക്സസ് ചെയ്യുവാൻ ഇവയ്ക്ക് സാധിക്കില്ല. ഇനി കോഡെക്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം? കോഡെക്സിൻ്റെ ഡെസ്ക്ടോപ്പ് ആപ്പുകൾ അവൈലബിൾ ആണ്. മാക് OS, വിൻഡോസ് എന്നിവയ്ക്ക് ഡെസ്ക്ടോപ്പ് ആപ്പ് അവൈലബിൾ ആണ്. ഡെസ്ക്ടോപ്പ് ആപ്പ് കൂടാതെ മറ്റു മാർഗങ്ങളിലൂടെയും കോഡെക്സ് ഉപയോഗിക്കാവുന്നതാണ്. കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്, VS കോഡ്, ChatGPT ഇൻ്റർഫേസ് എന്നിവയിലൂടെയും ഇത് നമുക്ക് യൂസ് ചെയ്യാം. കോഡെക്സിൻ്റെ യൂസേജ് ലിമിറ്റ് ChatGPT അക്കൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളുടേത് ChatGPTയുടെ ഫ്രീ പ്ലാൻ ആണെങ്കിൽ കോഡെക്സിലും ലിമിറ്റഡ് ഫങ്ഷനാലിറ്റീസ് ആയിരിക്കും ഉള്ളത്. അതുപോലെ പ്രീമിയം അക്കൗണ്ട് ആണെങ്കിൽ കോഡെക്സിൻ്റെ എല്ലാ ഫങ്ഷനാലിറ്റിയും യൂസ് ചെയ്യുവാൻ സാധിക്കും. ഫ്രീ അക്കൗണ്ട് യൂസ് ചെയ്ത് സ്മാൾ കോഡിംഗ് ടാസ്ക്, പുതിയ ഫീച്ചറുകൾ എന്നിവ പരീക്ഷിച്ച് നോക്കുവാൻ സാധിക്കും. ബേസിക്കലി ഒരു ട്രയൽ ലെവൽ ആക്സസ് ആണ് ഇവയ്ക്കുള്ളത്. പെയ്ഡ് പ്ലാനുകളാണെങ്കിൽ ഉയർന്ന ഉപയോഗ പരിധിയുണ്ട്, വേഗമേറിയ പ്രവർത്തനമായിരിക്കും. ഒരേ സമയം ഒന്നിലധികം ഫയലുകൾ കോഡിംഗ് നടത്തുക, റിപ്പോസിറ്ററി എഡിറ്റിംഗ് എന്നിവയ്ക്കൊക്കെ സാധിക്കും. കോഡെക്സിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഡൗൺലോഡബിൾ ഫയൽ നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നിന്നും ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ UIയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് പ്രൊജക്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ആഡ് ന്യൂ പ്രൊജക്റ്റ് കൊടുത്ത് സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്, യൂസ് ആൻ എക്സിസ്റ്റിംഗ് ഫോൾഡർ എന്നിങ്ങനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്ന ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏത് എൻവയോൺമെൻറ്റിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇവിടെ നിന്നും നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ആഡ് ന്യൂ പ്രൊജക്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ നിന്നും നമുക്ക് പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ലോക്കലി എന്നുള്ള എൻവയോൺമെൻ്റ് ആണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മോഡൽസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള മോഡൽ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ യൂസേജ് അനുസരിച്ച് ഏത് ടൈപ്പിലുള്ള യൂസേജാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇൻ്റലിജൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ലോ, മീഡിയം, ഹൈ, എക്സ്ട്രാ ഹൈ എന്നിങ്ങനെ ഓപ്ഷൻസ് കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വോയിസിലൂടെ പ്രോംപ്റ്റ് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ പെർമിഷൻസ് ആണ്. ഇവിടെ ഡിഫാൾട്ട് പെർമിഷൻ, ഓട്ടോ റിവ്യൂ, ഫുൾ അസസ് എന്നിങ്ങനെ ഡിഫറെൻറ്റ് പെർമിഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ ഡിഫാൾട്ട് പെർമിഷൻ എന്ന് പറയുന്നത് സാൻഡ് ബോക്സ് എൻവയോൺമെൻ്റ് ആണ്. ഈ ഒരു സാൻഡ് ബോക്സ് എൻവയോൺമെൻറ്റിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ ഒരു പ്രൊജക്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു ഏജൻറ്റിന് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫുൾ അസസ് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഫുൾ ഫയൽസിനെയും അസസ് ചെയ്യുവാൻ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഡിഫാൾട്ട് പെർമിഷൻ സെറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് പ്രൊജക്റ്റിൻ്റെ നെയിം ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമ്മളിവിടെ കൊടുത്ത പ്രൊജക്റ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്തായി കാണാം. ഈ ഒരു പ്രൊജക്റ്റ് ആയിരിക്കും ഇവിടെ ഡീഫോൾട്ടായി സെലക്ട് ചെയ്ത് കിടക്കുന്നത്. ഇവിടെ എൻ്റെ കയ്യിലൊരു ബേസിക് പ്രൊജക്റ്റ് ഉണ്ട്. ഡെമോ പർപ്പസിന് വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് ഒരു ടു ഡു ആപ്പ്. ബേസിക്കലി HTML-ഉം ജാവാസ്ക്രിപ്റ്റും യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ. ഇവിടെ നമുക്ക് ടാസ്ക് ആഡ് ചെയ്യാനും ലിസ്റ്റ് ചെയ്യാനും എല്ലാം സാധിക്കും. ഇത് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ടാസ്ക് ആഡ് ചെയ്യാൻ സാധിക്കും, അതുപോലെ ടാസ്ക് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഡെമോ പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് ആയിരിക്കും കോഡെക്സിൽ യൂസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടു ഡു ആപ്ലിക്കേഷൻ കോഡെക്സിലേക്ക് ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മളൊരു ഫീച്ചറാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമുള്ള പ്രോംപ്റ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണ്.
നമുക്കിവിടെ വേണ്ടത് ഒരു ടൈം സെലക്ടറാണ്. യൂസർ ടാസ്ക് ആഡ് ചെയ്യുമ്പോൾ ഏത് ടൈമിലാണ് അത് ചെയ്യേണ്ടത് എന്നതിൻ്റെ ടൈം ആഡ് ചെയ്യുന്നതിനുള്ള ഒരു ടൈം സെലക്ടറാണ് നമുക്ക് വേണ്ടത്. സോ അതിന് വേണ്ടിയുള്ള പ്രോംപ്റ്റാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓരോ സ്റ്റെപ്പിലൂടെയും കോഡെക്സ് പോകുന്നത് നമുക്കിവിടെ കാണാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണാം. ഏതൊക്കെ ഫയലിലാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ ലിസ്റ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ മെയിൻലി index.html, script.js എന്നിവയിലാണ് കോഡെക്സ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ടൈമർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് ടൈം സെലക്ട് ചെയ്ത് ഓരോ ടാസ്കിനും അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ എല്ലാ ഫങ്ഷണാലിറ്റീസും വർക്കിംഗ് തന്നെയാണ്. നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡിലീറ്റ് ബട്ടണും അതുപോലെയുള്ള മറ്റ് ഫങ്ഷണാലിറ്റീസും നേരത്തെ വർക്ക് ചെയ്ത പോലെ തന്നെ വർക്കിംഗ് ആണ്. സോ നമുക്കിവിടെ ടൈമർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ആഡ് ചെയ്യാൻ സാധിച്ചു. ആൾറെഡി നമ്മളൊരു ഫീച്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞു. ടൈമർ എന്നൊരു ഫീച്ചർ നമ്മൾ ആൾറെഡി ഈ ഒരു ആപ്പിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇതിൻ്റെ UI കുറച്ചുകൂടി ബെറ്റർ ആക്കുന്നതിനുള്ള ഒരു പ്രോംപ്റ്റ് കൂടി കൊടുക്കാം. ദാറ്റ് ഈസ് ന്യൂലി ആഡിങ് ടാസ്ക് should list in a separate box on the right side with better UI. It should have box shadow CSS with advanced button for delete operation. ഇവിടെ ആൾറെഡി ഉള്ള UIയെ ബെറ്റർ ആക്കുന്നതിനുള്ള ഒരു പ്രോംപ്റ്റാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ആഡ് ചെയ്യുന്ന ടാസ്കുകൾ റൈറ്റ് സൈഡിൽ ലിസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ CSS കുറച്ചുകൂടി ബെറ്റർ ആക്കി ഒരു ബെറ്റർ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോംപ്റ്റാണ് ഞാൻ കൊടുത്തത്. സോ ഇവിടെ വീണ്ടും CSSഉം JSഉം എല്ലാം എഡിറ്റ് ചെയ്യുന്നുണ്ട്. കോഡെക്സ് റൺ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻഫർമേഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സോ ബേസിക്കലി ഫയൽസ് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു യൂസർ ഇൻ്റർഫേസ് ആണ്. ബട്ടൺസും അതുപോലെ തന്നെ ലിസ്റ്റും എല്ലാം ചേഞ്ച് ആയി. നമുക്ക് ഫങ്ഷനാലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫങ്ഷണാലിറ്റീസ് എല്ലാം പഴയതുപോലെ തന്നെ വർക്കിംഗ് ആണ്. സോ നമ്മളിവിടെ കോഡെക്സ് യൂസ് ചെയ്ത് ഒരു പുതിയ ഫീച്ചർ ആഡ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ UIയും ചേഞ്ച് ചെയ്തു. സോ നമ്മളിവിടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് ഒരു UI ചേഞ്ച് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഒരു ഫീച്ചർ ആഡ് ചെയ്യുന്നതും എന്നും ആൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഒരു ബഗ് ഫിക്സ് ചെയ്യുന്നത് എന്ന് നോക്കാം.
ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ ആൾറെഡി ഒരു ബഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന ഈ ബട്ടൺ, അതായത് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ഫങ്ഷനാലിറ്റി വർക്ക് ആവുകയില്ല. ഇത് ഞാൻ മാനുവലി ക്രിയേറ്റ് ചെയ്ത ഒരു ബഗ്ഗാണ്. ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ബഗ്. ഈ ഒരു ബഗ് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി വീണ്ടും കോഡെക്സ് ഓപ്പൺ ചെയ്ത് നമ്മുടെ എന്താണ് ഇഷ്യൂ അഥവാ ബഗ് എന്ന് സ്പെസിഫൈ ചെയ്യുക. ഇവിടെ ഞാൻ പറയുകയാണ്, വെൻ ക്ലിക്കിംഗ് ദി ഡിലീറ്റ് ബട്ടൺ ഇറ്റ് ഈസ് നോട്ട് റിമൂവിങ് ദി ടാസ്ക്, ഫിക്സ് ദിസ് ബഗ് എന്ന ഈ ഒരു പ്രോംപ്റ്റ് ഞാൻ കോഡെക്സിലേക്ക് കൊടുക്കുകയാണ്. സോ ആൾറെഡി കണ്ടതുപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഒരു ഡീറ്റെയിലേക്ക് പോവുകയാണ്. എന്താണ് ഇഷ്യൂ എന്ന് ചെക്ക് ചെയ്യുന്നു, ദെൻ ആ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം script.js എന്ന ഫംഗ്ഷനിൽ ഡിലീറ്റ് ടാസ്ക് എന്ന ഒരു മെത്തേഡിനാണ് ഇഷ്യൂ ഉള്ളതെന്നും ആ ഒരു മെത്തേഡ് അത് ഫിക്സ് ചെയ്തതായി കാണാം. ഇനി ഇതൊന്നും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു പുതിയ ടാസ്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഡിലീറ്റ് ടാസ്ക് എന്നുള്ള മെത്തേഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കിംഗ് ആണ് എന്ന് മനസ്സിലാക്കാം. സോ ഇവിടെ ആ ഒരു ബഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിവിടെ ഒരു ഫീച്ചർ ആഡ് ചെയ്തു, ഒരു ബഗ് ഫിക്സ് ചെയ്തു, അതുപോലെ UI ബെറ്റർ ആക്കി. സോ ഇത്തരത്തിലുള്ള ടാസ്കുകൾ ആഡ് ചെയ്യാൻ നമുക്ക് കോഡെക്സിലൂടെ സാധിക്കും. ഇവിടെ ഞാൻ മറ്റൊരു പ്രോംപ്റ്റാണ് കൊടുക്കുന്നത്. ഒരു സ്നേക്ക് ഗെയിം ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള പ്രോംപ്റ്റ്. ക്രിയേറ്റ് എ ക്ലാസിക്കൽ സ്നേക്ക് ഗെയിം. ഇതൊരു ഡീഫാൾട്ട് പ്രോംപ്റ്റാണ്, കോഡെക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ്. ഇവിടെ ഒരു പ്രോംപ്റ്റിൽ അതിൻ്റെ സ്കോപ്പ്, കൺസ്ട്രെയിൻറ്റ്സ് എന്നിവ വളരെ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഗെയിം വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ചെയ്യേണ്ടത്, ബേസിക്കലി ആ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽ അതാണ് ഈ ഒരു പ്രോംപ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇത് HTML-ഉം ജാവാസ്ക്രിപ്റ്റും യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗെയിമാണ്. ഈ ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്ത് ഈ ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഗെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ സാധാരണ എങ്ങനെയാണ് ഒരു സ്നേക്ക് ഗെയിം കളിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഗെയിം പ്ലേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ചെറിയ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ചെറിയ ഗെയിംസ് ക്രിയേറ്റ് ചെയ്യാനും കോഡെക്സ് യൂസ് ചെയ്ത് സാധിക്കും. സോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക മറ്റൊരു ഗെയിമാണിത്. ഇവിടെ കോഡെക്സിൻ്റെ ഒരു ആഡ് ഓൺ ഫങ്ഷനാലിറ്റിയാണ് പ്ലഗിൻസ് ആൻഡ് സ്കിൽസ്. സോ എന്താണ് സ്കിൽസ്? ഒരു പ്രത്യേകതരം ജോലി എങ്ങനെ കൃത്യമായും സ്ഥിരമായും ചെയ്യണമെന്ന് കോഡെക്സിനെ പഠിപ്പിക്കുന്ന, വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങളുടെ ഒരു ശേഖരമാണ് സ്കിൽ. അതായത് റിപ്പീറ്റായി ചെയ്യുന്ന ഒരു ടാസ്കിൽ ഓരോ തവണയും സെയിം പ്രോംപ്റ്റ് കൊടുത്ത് അവയെ റൺ ആക്കുന്നതിന് പകരം അവയെ റീയൂസബിൾ ഇൻസ്ട്രക്ഷനായ ഒരു മൊഡ്യൂൾ ആക്കുന്ന മെത്തേഡാണ് സ്കിൽ. ഓരോ സ്കില്ലിനും ഓരോ പർട്ടിക്കുലർ ടാസ്ക് ഉണ്ടാകും. ഉദാഹരണത്തിന് കോഡ് ടെസ്റ്റ് ചെയ്യാനോ ഡോക്യുമെൻറ്റേഷൻ തയ്യാറാക്കാനോ പ്രത്യേക സ്കിൽസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓരോ യൂസ് കേസിനും ഡിഫറൻറ്റ് സ്കിൽസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ആവശ്യമനുസരിച്ച് സ്കിൽസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പുതിയ ഒരു സ്കിൽ ക്രിയേറ്റ് ചെയ്യുവാനും ഇവിടെ സാധിക്കും. ഇതുപോലെ തന്നെ കോഡെക്സിൻ്റെ മറ്റൊരു ഫങ്ഷനാലിറ്റിയാണ് ഓട്ടോമേഷൻ. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഓട്ടോമേഷൻസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ലാസ്റ്റ് ജിറ്റ് ആക്ടിവിറ്റി നോക്കി ഡെയിലി സ്റ്റാറ്റസ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വീക്ക്ലി റിലീസ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെ തുടങ്ങി ഡിഫറെൻറ്റ് വർക്ക് ഫ്ലോ ആൻഡ് ഓട്ടോമേഷൻസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ പുതിയ ഓട്ടോമേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഓട്ടോമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഏത് പ്രൊജക്റ്റിലാണ് സെറ്റ് ചെയ്യേണ്ടത്, ഏത് ടൈമിലാണ് സെറ്റ് ചെയ്യേണ്ടത്, ഇവയെല്ലാം നമുക്ക് ഇവിടെ കൊടുക്കുവാൻ സാധിക്കും. ടാസ്ക് ബേസ് ചെയ്തുള്ള ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യാനും സാധിക്കും.
ഇനി കോഡക്സിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രോസ് ഓഫ് കോഡക്സ്. ഫസ്റ്റ് ഓൺ ഫാസ്റ്റർ ഡെവലപ്മെൻറ്റ് സ്പീഡ്, ഓട്ടോമേറ്റ്സ് റിപ്പറ്റേറ്റീവ് വർക്ക്, കോഡ് റീഫാക്ടറിംഗ്, ടെസ്റ്റ് കേസുകൾ, ഫിക്സിംഗ് ബഗ്സ് തുടങ്ങിയ ജോലികൾ എളുപ്പമാകുന്നു. വർക്ക് അക്രോസ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ്, ജാവാസ്ക്രിപ്റ്റ്, പൈത്തൺ, ജാവ എന്നിങ്ങനെ മിക്ക പ്രധാനപ്പെട്ട പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും ഇവ വർക്ക് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ്സ് ഇൻറ്റു ഡെവ് വർക്ക് ഫ്ലോസ്, VS കോഡ് എക്സ്റ്റൻഷൻ, കമാൻഡ് ലൈൻ ടൂളുകൾ, ഗിറ്റ്ഹബ് എന്നിവയുമായി ചേർന്ന് ഇവയ്ക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഇനി കോഡക്സിൻ്റെ പോരായ്മകൾ നോക്കിയാൽ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഇൻകറക്റ്റ് കോഡ്. കാണുമ്പോൾ ശരിയെന്ന് തോന്നുമെങ്കിലും ലോജിക്കലി തെറ്റായ കോഡുകൾ കോഡക്സ് നിർമ്മിച്ചേക്കാം. അതിനാൽ മനുഷ്യ സഹായത്തോടെയുള്ള പരിശോധന എപ്പോഴും ആവശ്യമാണ്. സെക്യൂരിറ്റി റിസ്ക്. ശരിയായ റിവ്യൂ ഇല്ലാതെ പ്രൊഡക്ഷൻ ലെവലിൽ ഇത് ഉപയോഗിക്കുന്നത് അപകടകരമാണ്. ആൾറെഡി പറഞ്ഞതുപോലെ അസസ് കൊടുക്കുമ്പോൾ ലിമിറ്റഡ് അസസ് കൊടുക്കുവാൻ ശ്രമിക്കുക. ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കോംപ്ലക്സ് സിസ്റ്റംസ്, ഡീബഗിംഗ്, ആർക്കിടെക്ചർ പ്ലാനിംഗ്, നിർണായക തീരുമാനങ്ങൾ എന്നിവയ്ക്ക് എപ്പോഴും നമ്മൾ തന്നെയായിരിക്കണം ഡിസിഷൻ എടുക്കേണ്ടത്. So that's all about today's video. Thank you for watching and see you in the next video.